അസ്സലാമു ഈ ക്ലോക്ക് ടവറിൻ്റെ താഴെ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊരു വ്യൂ മസ്ജിദുൽ ഹറമിൻ്റെയും അടിപൊളി വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല റീലും കണ്ടിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം കയറാൻ പറ്റുമെന്നുള്ള അറിയില്ല, പോയി നോക്കാം. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തി നമ്മളെ ക്ലോക്ക് ടവറിന്റെ താഴെ. ഇവിടെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർച്ച് കാണാൻ പറ്റും, ഗോൾഡൻ കളറിൽ. അതിന് ബാക്കിലൊരു ഡോർ ഉണ്ട്. അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, P13 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലിഫ്റ്റ് കിട്ടും. ഇനി അവിടെ തിരക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഗോൾഡൻ കളറുള്ള ആർച്ചിന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ലിഫ്റ്റ് ഉണ്ട്. P9 കയറുക. P9 കയറി ലെഫ്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഭാഗത്ത് ഒരു എസ്കലേറ്റർ കാണാം. ഈ എസ്കലേറ്ററിന്റെ ബാക്കിൽ ഏതാ ഒരു ഡോർ കാണുന്നില്ലേ, ഈ ഒരു ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യുക, ഒരു ലിഫ്റ്റ് കിട്ടും. ഇത് P9 ഫ്ലോറാണ്. ഈ ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ P13 അടിക്കാം. അങ്ങനെ P13 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വ്യൂ കാണാൻ പറ്റുന്നതാണ് എല്ലാവരും പറയുന്നത്. പോയി നോക്കാം. അങ്ങനെ ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ P13 അടിക്കാം. അപ്പോൾ ഈ വ്യൂ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇത് അയച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പേജ് ഫോളോ ചെയ്യാം. ഡോർ തുറക്ക്. റീൽസ് കണ്ട് പലരും ഇവിടെ വന്ന് നിരാശയോടുകൂടി തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് സത്യാവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഒരു കഫേ മൊമെന്റ് ഉണ്ട്, അവിടെ ഒരു കോഫി ഷോപ്പാണിത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ വ്യൂ ഒക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റ് ഇറങ്ങി വലത്തോട്ട് പോവുക. നേരെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാ ക്ലോക്ക് ടവർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. വരുന്നവരൊക്കെ നിരാശപ്പെടാനുള്ള കാരണം ഇതാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇവിടെ വരുന്നവർക്കൊന്നും പലർക്കും ഇത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റാത്തത്. പക്ഷെ അല്ലാതെ പേയ്മെന്റ് ചെയ്തിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കാണേണ്ടവർക്ക് അങ്ങനെ വന്നിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വലത്തെ ഭാഗത്ത് റാമ്പ് ഉണ്ട്. അതിൽ കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കഫേയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ വ്യൂ ഒക്കെ കണ്ടിട്ട് പല ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡായി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉള്ള 200 റിയാലിൻ്റെയും അതുപോലെ തന്നെ 300 റിയാലിൻ്റെയും 500 റിയാലിൻ്റെയും ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഭാഗത്ത് പോയിട്ട് ആ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കോഫി ഷോപ്പ് ഉള്ളത്. അതുമാത്രമല്ല, മുമ്പ് ഫ്രീ ആയിട്ടൊരു എൻട്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് ഈ P13 ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇതിലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിന് ഏറ്റവും മുകളിലുള്ള വ്യൂ ആയിട്ടുള്ള 150 റിയാൽ അല്ലെങ്കിൽ 200 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ക്ലോക്കിൻ്റെ ഭാഗത്തുള്ള വ്യൂ, അവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനും P13 വരണ്ട, അല്ലെങ്കിൽ 200 റിയാൽ 300 റിയാൽ 500 റിയാൽ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാണട്ടെ. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിന് മുകളിൽ വന്നു. ഇനി വ്യൂ കണ്ടിട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, P13 ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഗ്രില്ല് കാണാൻ പറ്റും. ഈ ഗ്രില്ലിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അടുത്ത് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതായത് കഅബാലയത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. എന്നാലും ഫ്രണ്ട് വ്യൂ, അതായത് കിങ് അബ്ദുൽ അസീസ് ഗേറ്റിന്റെ ആ ഭാഗത്തൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ രാത്രിയിൽ ഇങ്ങനെ ആസ്വദിക്കാൻ ഇവിടുന്ന് പറ്റും.